ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ഭഗവത് കിത്തു. അപ്പോൾ നമ്മളിന്ന് ടാറ്റർ ഗെയിമിൻ്റെ ഇന്ത്യൻ ടാറ്റർ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സൗണ്ട് കുറച്ച് തന്നെ ഇതാവണ്ട, ഞാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കാറിൻ്റെ. അതിലൊന്നുമില്ല. നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞ് കാറിൻ്റെ വീഡിയോ മാറ്റിയിട്ട് ഒരു ഫോർച്യൂണറിൻ്റെ വീഡിയോ എടുക്കാൻ. ഫോർച്യൂണറിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഫോർച്യൂണർ നമ്മൾ അതിൻ്റെ അകത്ത് ആഡായിട്ടുണ്ട്. ഫോർച്യൂണർ എടുക്കാം. ഫോർച്യൂണറിൻ്റെ ഫോർച്യൂണർ ഉണ്ട്. ഫോർച്യൂണർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ബാക്കിലോട്ടൊക്കെ എടുക്കാം. ഫോർച്യൂണർ എടുത്ത് നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ചപ്പോഴത്തെ സെറ്റായിട്ട് നമുക്ക് ഓഫ് റോഡിനൊക്കെ പോകാം. നല്ലൊരു കിടിലൻ വണ്ടി തന്നെയാണ്. ടയറൊക്കെ പക്ക ടയറാണ്. അപ്പോൾ ഇതാണ് ഓഫ് റോഡ് ഏരിയ. ഇപ്പോൾ ഓഫ് റോഡ് ഏരിയ കൂടെ ഇതടിച്ച് പോകാൻ മാത്രം പറ്റും. നമ്മുടെ വീടിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ്റെ പേര് കൊടുങ്ങല്ലൂരുകാരൻ ചാനലുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം കടക്ക് ചൂടുഭാഗത്തൊക്കെ ഉള്ളതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ നല്ലൊരു ബൂസ്റ്ററൊക്കെ ഉണ്ട്. ഞാൻ സ്പീഡിൽ പോയിട്ടാണോ ബൂസ്റ്ററൊക്കെ പെട്ടെന്ന് സീനാണ്. ബൂസ്റ്ററൊക്കെ ഉണ്ടല്ലോ. സ്കിഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതായില്ല, സ്കിഡായില്ല. എന്തായാലും നമുക്ക് സ്പീഡിൽ പോവാം. 1 കിലോമീറ്റർ പോകും. നല്ല സ്പീഡുണ്ട് വണ്ടി, നല്ല സ്പീഡുണ്ട്. 1 മിനിറ്റ്. ഇത് നെറ്റ് ഓഫ് ചെയ്തിട്ട് കളിക്കണേ. വേണ്ട, കാണിച്ചുതരാം. നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് കളിക്കണേ. നമുക്ക് നെറ്റ് ഓഫ് ചെയ്താൽ ഇത് കളിക്കാം. നമുക്കിപ്പോൾ മൈക്ക് ഉണ്ടെങ്കിൽ മൈക്ക് വെച്ച് യൂസ് ചെയ്ത് കളിക്കാം. ഇപ്പോൾ ഒരു ഓഫ് റോഡൊക്കെ അടിക്കാട്ടാ. ഈ സാധനം ഒന്ന് മാറ്റിയാല സാധനം നോക്കി. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് പോയിട്ട് ടയർ ഫിറ്റിങ് നോക്കാം. ടയർ ഈ ടയർ കൊള്ളാട്ടോ. നമുക്ക് പറ്റിയതാണ്. താഴത്തേക്ക് മാറ്റാം. കണ്ടത് ഇപ്പോൾ ഫോർച്യൂണർ ആണെന്ന് പറയാൻ പറ്റും. അത്രയ്ക്ക് നല്ല ഇതൊക്കെ വന്നിട്ടുണ്ട്. ബസ്സിൽ നമ്പർ പ്ലേറ്റ് എന്തായാലും സീലടിച്ച് കൊടുത്തിട്ടില്ല. നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടില്ല. നമ്പർ പ്ലേറ്റ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. നമ്പർ പ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വണ്ടി എടുക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് എടുക്കണ്ടേ. നമ്പർ പ്ലേറ്റിലായിട്ട് വണ്ടി കൊണ്ടാണ് നടക്കണത്. ഇപ്പോൾ ഓഫ് റോഡാണ്. ഓഫ് റോഡ് കയറി പോകുന്നുണ്ട് കേട്ടോ വണ്ടി. ഓഫ് റോഡൊക്കെ നൈസായിട്ട് കയറി പോകുന്നുണ്ട്.
ഞാൻ ഒരു നേരത്തെ പറഞ്ഞ സ്ഥലമില്ലേ, കൊടുങ്ങല്ലൂരുകാരൻ വെച്ചാൽ അക്കൗണ്ട്, കൊടുങ്ങല്ലൂരുകാരൻ 47 അതാണ് അക്കൗണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് ശരിക്കും പറഞ്ഞിട്ട് നടക്കണം എന്നുണ്ടാന്ന് പറയട്ടെ. ഇവിടെ അടുത്തൊരാളുണ്ട്, അരിമണി രാജു എന്ന് പറയും. അങ്ങനെ ഫേസ്ബുക്കിൽ അരിമണി രാജു എന്ന് അടിച്ചു കൊടുക്കുന്ന കാര്യം കിട്ടും. ഇയാള് സംഭവത്തിൽ ഒരു സംഭവമാണ് അത്. നിങ്ങൾ തന്നെ ഒന്നും പറയരുത് കേട്ടോ. ആരെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയല്ലേ. അപ്പോൾ ആൾക്കൊരു പരിപാടി ഉണ്ട്, സത്യം പറഞ്ഞുണ്ടല്ലോ. അയാൾ ലോകം ടൈപ്പാണ്. ഇതിപ്പോൾ ഞാനിവിടെ വിളിച്ച് പറയണ കാര്യം എന്ന് വെച്ചാൽ ലോകം ടൈപ്പ് തന്നെ അപ്പുറത്താണ് അയാൾക്കൊരു കുഴപ്പമുണ്ട്. അയാൾക്കൊരു ദിവസം അവാർഡില്ലേ, കർഷകർക്കൊരു അവാർഡ് കിട്ടൂലേ, അത് കിട്ടി. ആകെ 26,000 25 ഉണ്ടായുള്ളൂ. 29 ഉണ്ടായുള്ളൂ. ഫ്ലക്സ് നമ്മൾ കുറവ് കാശിൻ്റെ ഉപയോഗിക്കുള്ളൂ. പക്ഷെ ഇയാൾ വെച്ച് 1,00,000 രൂപയുടെ ഫ്ലക്സാണ്. 1,00,000. അത് മാത്രമാണോ? ഇവിടെ കൊടുങ്ങല്ലൂർ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ഒരു വീഡിയോ, കടയിൽ മറ്റേ ആൾ പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് അതിട്ടിട്ടുണ്ടല്ലോ, ഹെൽത്ത് സെൻ്ററുകാർക്ക് ഇട്ട് കൊടുത്തു. അതാണ് വേറെ കേസ്. അപ്പോൾ വേറെ കേസ് അതാണ് സംഭവം. ആളുടെ സെൻ്ററുകാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ ആളുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇയാളെ പിടിച്ച് ലാസ്റ്റ് ആള് ഇതിനപ്പുറത്താണ്, ഇതല്ല അതിനപ്പുറം ചെയ്യാള്. ഞങ്ങളുടെ ഈ അടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇയാളെന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയണേ, അന്ന് ഞാൻ ഈ യൂട്യൂബ് ചാനലൊന്നും അക്കൗണ്ടൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് വന്ന് പറയുക, അന്ന് എനിക്ക് ആകെ ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യണ ഫോണ് വിവോ Y70s ആണ്. അന്ന് ഞാൻ യൂസ് ചെയ്ത ഫോൺ iPhone 6s ആണ്. iPhone 6 ഞാൻ കളഞ്ഞ ശേഷമാണ് ഇപ്പോൾ ആൻഡ്രോയിഡിലേക്ക് മാറിയത്. എന്നിട്ട് ഐഫോണുള്ള സമയത്ത് തോന്നി അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞ അയാൾ ഇത് അയച്ചുതരാന്ന്, പൈസ അയച്ചുതരാന്ന്. എന്താന്ന് വെച്ചാൽ അയാൾക്ക് അതിനപ്പുറത്താണ് ഇയാൾ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അയാളൊന്നും പറയത്തില്ല. അയാൾ ഈ വീഡിയോ കാണാൻ വഴിയില്ല. അയാൾക്ക് ഞാൻ ഈ അക്കൗണ്ടിനെ കുറച്ച് അയാൾക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് അയാൾ വീഡിയോ കാണാത്തത്. അയാളെ മോനിത് കാണുന്നുണ്ടാവും, കൂട്ടുകാരന്മാരിത് കാണുന്നുണ്ടാവും, ബോയ്സിലുള്ള മൊത്തം പേര് ഇപ്പോൾ കാണുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം പറയാനും, കൊടുങ്ങല്ലൂരിൽ അക്കൗണ്ട് ഇല്ലേ, 2 മാസം മുമ്പ് തുടങ്ങിയ അക്കൗണ്ടാണ്. ഞാനാകെ 3-4 മാസമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. 4 മാസമായിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവര് 2 മാസമായിട്ട് തുടങ്ങിയ അക്കൗണ്ട് പെട്ടെന്ന് റീച്ചായി. അതെങ്ങനെയാണെന്ന് അറിയുമോ? സംഭവം എന്ന് വെച്ചാൽ അക്കൗണ്ട് പെട്ടെന്ന് റീച്ച് ആവുകയാണ്. അപ്പം അത് അക്കൗണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിൽ അടിച്ചാൽ മതി. മലയാളത്തിലാണ് അക്കൗണ്ട് പേരായിട്ട് ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ 700 എത്ര ഉണ്ടാവും, 760 9 ഉണ്ടാവും ഇപ്പോൾ ആ അക്കൗണ്ട്. എൻ്റെ അറുപതി കിടക്കുമ്പോൾ ആള് കയറിപ്പോയി. അങ്ങനെ ആൾക്ക് സ്വന്തമായിട്ട് ഒരു ഫാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഫേക്കാണോ അതോ ഒറിജിനാണോ അറിയില്ല. ആ വീഡിയോസിലൊക്കെ ഈ കാണുന്നുണ്ട് ഇങ്ങനെ. ഫേക്കാണെങ്കിൽ ഒറിജിനലാണെങ്കിൽ ആളുടെ വീടിൻ്റെ ബാക്കിലോ വീടിൻ്റെ സൈഡിലോ ഉണ്ടാവും ഫാം. പക്ഷേ അയാളുടെ വീട്ടിൽ ഇത് ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്നും ആളുടെ വീടിൻ്റെ വഴി കൂടെ പോണതാണ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് ഇയാളുടെ വീട്. അയൽവാസിയാണ്. എന്ത് പറയാനല്ലേ. പിന്നെ ഗൈസ്,
നിങ്ങൾ ഈ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ആളുടെ മോൻ്റെ ഒക്കെ വിചാരം എന്താണെന്നറിയോ? 1 ലക്ഷം സബ്സ്ക്രൈബ് ആകുമ്പോൾ പ്ലേ ബട്ടൺ വരുന്നതാണ് അവൻ്റെ ഇത്. അവനൊരു കാര്യം അറിഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് കുറേ ഈ പ്ലേ ബട്ടൺ വരുമ്പോൾ ഒരു മെസ്സേജ് ഉണ്ടാവും. 1 ലക്ഷം സബ്സ്ക്രൈബ് ആകുമ്പോൾ 2 ദിവസം 3 ദിവസം കഴിയുന്ന ഒരു ഇമെയിൽ വരും. അതിൽ നമ്മുടെ വീട്ടുപേര്, അഡ്രസ്സ്, ആളുടെ പേരെന്താണ്, അച്ഛൻ്റെ പേരെന്താണെന്നൊക്കെ അടിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ പ്ലേ ബട്ടൺ അടിച്ച് വരണം ആ സംഭവം. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണം. പക്ഷെ അത് ആൾക്ക് അറിഞ്ഞൂടാ, അത് മാത്രം അറിഞ്ഞൂടാ, വേറെ എല്ലാം അറിയാം. അയാൾക്ക് കുഴപ്പം കേസ്. പണ്ടില്ലേ, പണ്ട് എൻ്റെ കൂട്ടുകാരൻ കൃഷ്ണ എന്ന് പറയും, അവൻ്റെ അമ്മയുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചാണ് എന്ന് അറിയും. അവൻ്റെ അമ്മയുടെ മൊബൈലിലേക്ക് പണ്ട് മെസ്സേജ് അയച്ചിട്ട് അത് എൻ്റെ കൂട്ടുകാരൻ ഇപ്പോഴും അറിഞ്ഞൂടാ സംഭവം. മെസ്സേജ് അയച്ചു പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. അന്ന് പിറ്റേ ദിവസം സംഭവിച്ച സംഭവം എന്ന് വെച്ചാൽ കേട്ടോ, അവൻ്റെ അച്ഛൻ ഈ മണിരാജുവിൻ്റെ വീട്ടിൽ കയറി അങ്ങോട്ട് അടിച്ച്, വീട്ടിൽ കയറി തല്ലി. അവനെ നല്ല നല്ല അന്ന് ഞാനന്ന് വലുതായിരുന്നെങ്കിൽ 4 കൊടുത്തേനെ അവന്, തീർത്തിട്ടനെ അവൻ്റെ. എന്തൊക്കെയാണെന്നറിയോ? നിങ്ങൾ പണ്ട് പവനായുടെ സിനിമ കണ്ടിട്ടുണ്ടോ? അതേ കൂട്ടാണ്. അതിൽ പവനായി പറയണടക്കാം മലപ്പുറം കത്തി, മലപ്പുറം കണ്ണെന്നൊക്കെ പറയണില്ലേ. ഇവിടെ സംഭവം എന്താ വെച്ചാൽ മലപ്പുറം ചാരത്തത്ത പഞ്ചെണ്ണ ഒരു കോപ്പിയുണ്ട്. അത് ചാരത്തത്തെ മീന് എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. അതിൽ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആന ഇടുന്നതായിരിക്കും, സ്ഥാന അയാളുടെ അല്ല, അത് വേറെ ആളുടെ ആന. വെറുതെ വീഡിയോ ഇട്ടിട്ട് സെറ്റപ്പ് ആയിട്ട് കയറിപ്പോയതാണ്. ഇവൻ ചിലപ്പോൾ ആള് ചിലപ്പോൾ പറയുന്നുണ്ടാവും അക്കൗണ്ടിൽ. അവൻ പറയും, ചിലപ്പോൾ പറയുന്നുണ്ടാവും ആന ആളുടെ ആണ്, ആന വേറെ ആളുടെ ആണ്. എൻ്റെ ഒരു കൂട്ടാനുണ്ട്, അവൻ്റെ മൂത്താപ്പടയാണ് ആന. ആനയുടെ വീഡിയോ ആണ് ഇടുന്നത്. ഇന്ന് ഞാനൊന്ന് പോയി ചോദിച്ചു, എടാ അവൻ്റെ വാളുടെ മോൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നിൻ്റെ അക്കൗണ്ട് ചേർത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത് അക്കൗണ്ട് ഫുള്ളായിരുന്നു. നമ്മുടെ കൂട്ടുകാരനുണ്ട്, കൃഷ്ണ എന്നാണ് അവൻ്റെ പേര്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവൻ്റെ അടുത്തൊന്ന് വീഡിയോ എടുക്കാൻ പാടാന്ന് പറഞ്ഞിട്ടുണ്ടോ. അവൻ ഉണ്ടല്ലോ പോയത്, എടാ ഞാൻ പറഞ്ഞു എടാ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോണ്ടല്ലോ, അവൻ പോയതാ എൻ്റെ പിടിക്ക് വന്നിട്ടില്ല. അവൻ പോയത് നേരെ പോയത് അരിമണിയാജിൻ്റെ വീട്ടോട്ടാണ്. അവിടെയാണ് വീഡിയോ എടുക്കുന്നുള്ളത്. അങ്ങനെ ഡെയിലി ഓരോ ദിവസമൊക്കെ വീഡിയോസ് വരും. ഇപ്പോൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാനിവിടെ പറയണമെന്ന് വെച്ചത് ഇതുകൊണ്ടാണ്. എനിക്ക് മറച്ചു വയ്ക്കാനത് വയ്യ, ഈ കാര്യങ്ങൾ മൊത്തം മറച്ചു വയ്ക്കാൻ വയ്യ. അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരൻ ഇപ്പോഴും അറിയില്ല അവൻ്റെ അമ്മനെ മെസ്സേജ് അയച്ച അരിമണിയാജിനെ കുറിച്ച്. അറിഞ്ഞവൻ ഇതല്ല, എൻ്റെ അപ്പുറത്തായിരിക്കും. അറിയാതിരിക്കണം നല്ലത്. അറിയാണ്ടിട്ട് അവൻ്റെ അച്ഛനത് പറയാണ്ടിരുന്നാൽ മതി. നമ്മുടെ കണ്ണമാവൻ എന്തായാലും ഇത് പറയില്ല. സത്യം പറഞ്ഞ എരിമണി തലയ്ക്കെന്തോ ഒരു കേടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? 20 രൂപയുടെ എന്തോ അവാർഡാണ് കിട്ടിയത്. അതിന് ഇയാൾ 1 ലക്ഷം രൂപയുടെ ഫ്ലക്സ് വെച്ചാണ്. എന്തുറ്റല്ലേ ഇയാൾ? കാശൊന്നും വിഷയമില്ല. ആ കാശിനല്ല ഐഫോൺ അങ്ങനെ വാങ്ങിച്ച് ഇയാൾ യൂസ് ചെയ്തൂടെ? അല്ല ബൈക്കോ അങ്ങനെ പിടിച്ച് യൂസ് ചെയ്താൽ മതി. അല്ല പിന്നെ ഫ്ലക്സ് വയ്ക്കാൻ കിട്ടും. ഇത് മറ്റേ മെസ്സിയുടെ റൊണാൾഡോ കട്ടൗട്ട് വയ്ക്കണ പോലെയാണ് 1 ലക്ഷം രൂപ ഫ്ലക്സൊക്കെ.
പിന്നെ പറയാനുള്ള കാര്യം തോന്നുന്നുണ്ടല്ലോ, ഇനി ഞാനുണ്ടല്ലോ അയാളെ കാണുമ്പോണ്ടല്ല തുപ്പും, ഞാൻ തുപ്പും, നല്ല തുപ്പും. നല്ല തുപ്പും. ഞാനിത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയണമെന്നറിയോ, തറഞ്ഞിരിക്കുക. കർഷകശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് 1.5 ലക്ഷം ഫ്ലക്സ് അല്ല വെക്കേണ്ടത്, 2000 രൂപയുടെ ഫ്ലക്സ് വെക്കണം. അതാണ് കുറച്ചും കൂടി ഈസി. ഇയാൾക്ക് ഒന്നും അറിയില്ല. ഇയാൾ മറ്റേ കുറേ ഇത് ചെയ്യാനുള്ള ഫേസ്ബുക്കിൽ ലൈവ് ഇടാനും അറിയാം, ഓപ്പോ എല്ലാം അറിയാം. എന്നിട്ട് നിർത്തിയിട്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. വേറെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം, നിർത്തട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ മോൻ എന്താ പറഞ്ഞറിയോ, കൂട്ടാൻ പറ്റത്തില്ല, അച്ഛനെന്തെങ്കിലും പറയുന്നത്. അച്ഛൻ അതൊന്നല്ല, കൂട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇയാൾക്കൊരു കുഴപ്പമുണ്ട്, ഇയാൾ ജാതി റിച്ചാണെന്ന് നടക്കണത്. അങ്ങനെയെന്നറിയോ, സ്വർണ്ണമാല നമ്മുടെ ആവേശത്തിലെ രംഗണ്ണല്ലേ, ആരിത് വെള്ളയല്ല കേട്ടാ, ആകെ ഒരു ചുമപ്പ ഷർട്ടും ഒരു മുണ്ടും, പിന്നെ നമ്മുടെ കാല് മൊത്തം ഇത്, കൈ മൊത്തവും മറ്റേ കൈവിരൽ മൊത്തവും സ്വർണ്ണ മോതിരങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ആളുടെ മോൻ്റെ പേര് നിഖിൽ എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരായിരുന്ന ചാനലിൻ്റെ ഉടമയാണ് അത്. അവൻ്റെ വിചാരം 1000 K ആകുമ്പോൾ വലിയ ആളായെന്നാണ്. പക്ഷെ അവന് ഇതിലൊരു കാര്യം അറിഞ്ഞൂടാ, അവൻ നന്നായിട്ട് പഠിച്ചൊക്കെ ചെയ്യും, നല്ലവൻ തന്നെയാണ്. ചെറുതായിട്ടൊന്നും കാണാനായിട്ട് ആളെ നോക്കണ്ട, ആള് തന്നെ അപ്പുറത്താണ്. ആൾക്കിപ്പോൾ എന്നൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആൾക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാം, 1.5 മണിക്കൂർ കൊണ്ട് ആൾക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാം. എൻ്റെയൊക്കെ അക്കൗണ്ട്, അവൻ്റെയൊക്കെ ചാനലിൽ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ വരും. അതന്നെ അവനെന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ക്രിയേറ്റിവിന് എല്ലാവർക്കും വേണ്ട, ഗെയിമിങ്ങിന് എല്ലാവർക്കും വേണ്ട അല്ലേ, എല്ലാവർക്കും വേണ്ട ഗെയിമിങ്ങിന് അല്ലേ. അത് ഗെയിമൊക്കെ ഇപ്പോൾ എല്ലാവരും ഗെയിം കളിച്ചുകൊണ്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സബ്സ്ക്രൈബറിനെ കൂട്ടണമെങ്കിലും ഗെയിം വേണം, അല്ലാണ്ട് ഇതേമാതിരിയുള്ള ക്രിയേറ്റിവിറ്റി ചെയ്യാനായിട്ട് എന്നാ ചെയ്തോ. പക്ഷേ അതിലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സത്യം പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ചെറുക്കൻ അതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേര് കിച്ചു എന്നാണ് വീട്ടിൽ അറിയാൻ വരിക, ശരിക്കും പേര് കൃഷ്ണയാണ്. പക്ഷെ അവനൊരു പാവൻ ചെക്കനാണ് സത്യം പറഞ്ഞു. അവനിതൊന്നും അറിയരുത് ഈ പറയണ കാര്യങ്ങളൊന്നും. അവന് ഈ വീഡിയോ കാണരുതെന്നാണ് എൻ്റെ ഇത്. അവനിപ്പോൾ പഠിക്കണത് ഇവിടെ ബോയ്സിൽ 8ാം ക്ലാസ് ജിയിലാണ്, 8 ജിയിലാണ് പഠിക്കുന്നത്, ബോയ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ വരാൻ കാരണം തന്നെ ഇത് പറയണം തോന്നി. നേരത്തെ നേരത്തെ ഒരു കുറച്ച് സമയം ഇരുട്ടാവണതിന് മുമ്പ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എന്നെ ഒന്ന് കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്ക് യൂട്യൂബ് ചാനലുള്ളപ്പോൾ ഞാൻ തന്നെ എൻ്റെ അക്കൗണ്ടിൽ കൂട്ടുന്നത്. സത്യം പറഞ്ഞ ഒരു കണ്ടന്റിൽ ഉണ്ടല്ലോ, ഒരു 9 പേരെങ്കിലും കണ്ടന്റിൽ കാണും, ശിവന്മാർ 6 പേരെ കൂട്ടിയാണ്. പിന്നെ അതിലുള്ള ഓരോരുത്തരുണ്ട് മൊടയാണ്, ഭയങ്കര മൊടയാണ്, അതിനപ്പുറത്താണ്. ഒരു ജാടയുള്ള ഒരുത്തനുണ്ട്, അവൻ ഇവിടെ ഞങ്ങളുടെ തറവാട്ടിൽ താമസിക്കുന്നുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്ന പാവപ്പെട്ട ഫാമിലി. ഇപ്പം ചില ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ടാവും ഇവനെന്തിനാണ് അരിമണി രാജനൊക്കെ വെച്ച് പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് തള്ളല്ല, സത്യമാണ്.
നാട്ടിൽ ഒരാളുടെ അടുത്ത് ആരെങ്കിലും അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മനസ്സിലാവും. ഞങ്ങളുടെ നാട്ടിൽ ആരുടെ അടുത്ത് നിന്നും ചോദിച്ചാൽ മതി, ഇപ്പോൾ മനസ്സിലാവും. മാത്രമല്ല ആരെങ്കിലും ലിസ്റ്റിലൂടെ വയ്ക്കൂ, ലിസ്റ്റിലൂടെ ഇപ്പോൾ ഐഫോൺ തന്നെ മേടിക്കണമെങ്കിൽ 1,08,000 രൂപ കൊടുക്കണം 15 പ്രോയ്ക്ക്. ആ സമയത്താണ് ടച്ച് മേടിച്ച് ചെയ്യുന്നത്. ഇയാൾ പണ്ട് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, ഗുജറാത്തിലോ ദുബായിലോ എന്തോ ഗുജറാത്തിലൊക്കെ അടിച്ച് പൊളിക്കാൻ പോയിട്ടുണ്ട് ഇയാൾ. ഇതിനാന്നറിയോ, എന്തോ ഒരു ഇത് കിട്ടിയപ്പോൾ പോയിരുന്നു. പഴയ പഴയ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കണ്ടതിൽ. അടിച്ച് പൊളിക്കാൻ പോയ ആളാണത്. അത് ഇപ്പോൾ ആരെങ്കിലും വീഡിയോ ഒന്ന് കാണുന്നുണ്ടാവും അങ്ങനെ സംഭവം. ഞാനിത് ആളുടെ മാത്രം കുറച്ച്, ആളുടെ വീട്ടുകാരൊന്നും ഞാൻ പറയില്ല കേട്ടോ, ആളുടെ വീട്ടുകാരുടെ പേരൊന്നും ഞാൻ പറയില്ല. ആളെ മാത്രമായിട്ട് ഞാൻ പറയുള്ളൂ. ആള് കുറച്ച് സീനാണ്. ഇയാൾക്ക് ചെറിയ കുപ്പിയുടെയൊക്കെ അസുഖമുണ്ട്. കുപ്പിയില്ലേ, മറ്റേത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കുപ്പി. എൻ്റെ അച്ഛൻ ഉണ്ടല്ലോ, ഗൾഫിൽ നിന്നൊരു കുപ്പി കൊണ്ടുവന്നു പണ്ട്. ഇയാൾ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കുപ്പി എന്നിട്ട് വേറെ ആരോ ഇയാളുടെ അടുത്ത് പറഞ്ഞ്, ഇതാ മറ്റേ ആളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് പോയി അടിക്കാൻ പറഞ്ഞു. ഇയാൾ നേരെ എൻ്റെ വീട്ടിൽ വന്നിട്ട്, എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് പരിപാടി നടക്കുന്നത്. ഒന്ന് നടന്ന് അപ്പുറത്തെത്തുമ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലെത്തി. അങ്ങനെ വന്ന് എത്തിയതാണ്. ഭാഗ്യമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ വൈകിപ്പോയി. ഇയാൾക്ക് ചെറിയ പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഇയാൾ എവിടെ വല്ല പ്രശ്നം വന്നാൽ അവിടേക്ക് ലൈവ് ഇടും ഇയാൾ. യൂട്യൂബിലല്ല, ഫേസ്ബുക്ക് ലൈവ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പണ്ട് എപ്പോഴും ഒരു അനാന്ന് വന്നിട്ട് ചേച്ചി ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പറ്റിയത്. ഇയാൾ അവിടെ പോയി ലൈവ് ഇട്ട്. അതും കൂടി ആ ലൈവ് ഒന്നും ഇപ്പോൾ ആർക്കും മനസ്സിലാവില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇയാൾ ലൈവ് ഇട്ടതും അടിച്ചിട്ടതാണ് ഇയാൾ. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇയാൾക്കൊക്കെ ഇയാളെ മോനും അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. എന്താണെന്നറിയോ, നമ്മളീ കാരണം മോനല്ല സത്യമാണ്. ഉള്ള മോൻ ആനക്കൊമ്പ് വെച്ചിട്ടുള്ള മാലയൊക്കെ ഇട്ടാണ് നടക്കുന്നത്. ആനക്കൊമ്പിൻ്റെ ഒരു മാല. എന്താല്ലേ, നല്ല പൈസ ഒന്നും ഉണ്ടാകുന്ന സാധനത്തിന്. ഇവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ വന്നില്ല എന്ന് പറഞ്ഞല്ലേ, അത് ഇതിൻ്റെ പേരിലാണ്. ഈ അരിമണിയുടെ ആളുടെ മോൻ വന്നിട്ട് വിളിച്ചിട്ടുണ്ട്, കാണാണ്ടായില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. അവന്മാർ ഇവിടെ തലപ്പള്ളിയൊക്കെ വീടുള്ളത്. അവന്മാരുടെ ഞാനിങ്ങനെ എന്നെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഒരാൾ പറയും താലപ്പള്ളിക്ക് പോയിട്ടുണ്ട് അവന്മാർ പറയുമ്പോൾ, ഇവന്മാർ ടീമായിട്ട് അങ്ങോട്ട് വരാനായിട്ട് സാധ്യത കൂടുതലാണെന്ന് തന്നെ കേട്ട്. ഞങ്ങൾ എവിടെ പോയാലും അവന്മാർ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കും. ഇതേവരായിട്ട് അങ്ങനെ പോയിട്ടില്ല. പോവുകയാണെങ്കിൽ തന്നെ അരിമണിക്ക് പുറകെ വരുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ അവിടെ എന്ത് നടക്കുമെന്ന് അവന് തന്നെ അറിയാൻ പറ്റും. ഞാനത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് എന്ന് വെച്ചാണ് ഈ കാര്യം പറയാനായിട്ട്. അപ്പം ഞാൻ വെച്ചാൽ യൂട്യൂബിൽ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ഇട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടതാണ്. ഡീറ്റെയിൽസൊക്കെ വീഡിയോ ഇട്ടാൻ ഞാൻ പറഞ്ഞു. ഇയാൾക്ക് ഒരു തത്ത ഉണ്ട്, അതിനൊക്കെ എത്ര പൈസ വരുന്നതാണ്. ഇതിലെ അപ്പം നക്ഷത്രാമയെ കാണൂട്ട. അതെനിക്കറിയില്ല, നക്ഷത്രാമനൊക്കെ വാങ്ങുമെന്ന് അറിയില്ല. ആൾ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ ആൾക്കുള്ള പണി പോലീസുകാർ കൊടുത്തോളും.
ഇതുവല്ല പോലീസുകാരെയും കണ്ടിട്ട് പിടിക്കാൻ നിൽക്കണ്ടട്ടാ. ലൈവ് ഇടാനായിട്ട് ആള് നല്ലതാണ്. ആള് അല്ലെങ്കിൽ ആളുടെ അമ്മോ ലൈവ് ഇടാൻ നല്ലതാണ്. ദയവായി നിങ്ങൾ എനിക്കൊരു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണ്. ഒരു ഇതിനും കൊള്ളു. പിരിവിടാൻ കൊള്ളു. പിരിവിടാൻ നല്ലതാണ്ട് കൊള്ളു. ഇയാള് വണ്ടി ഇട്ടിട്ട് പോണ കാണുന്നുണ്ടല്ലേ. ഇയാള് അയാൾക്കൊരു സിനിമ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അയാൾക്ക്. അതൊന്നും എന്താണെന്നറിയോ? അത് ഞാനിപ്പോൾ പറയണമെന്നറിയില്ലല്ലോ. ഞാനിവിടെ പറയണമെന്നില്ല. ആളാരെ കണ്ടാലും ചിരിക്കും. എന്താണ് ചിരിക്കും? സംഭവം വെച്ചാൽ പല്ല് കാണിക്കാതെ ചിരിക്കും. പെണ്ണുങ്ങളുടെ പോലെ ചിരിക്കും. എന്നിട്ടാണ് ഇയാൾ പോണത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആളുടെ ഫാനോ ആണെങ്കിൽ ദയവായി ക്ഷമിക്കണം. ഇതിവിടെ ഫേസ്ബുക്ക് ലൈവ് വിളിച്ച് പറഞ്ഞാൽ എന്തായാലും ആളുടെ പേര് പോകും. ഇതിലൂടെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടല്ലോ. അയാളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. കാണാൻ വഴിയില്ലല്ലോ, നമ്മൾ ലൈവിലല്ലോ. ഡീറ്റെയിൽ വീഡിയോ ഇടാനല്ലോ ഇടും. എന്തായാലും ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഒരു കാര്യം പറയണമെങ്കിലോ, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ആളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ ബാധിക്കില്ല. ഫേസ്ബുക്കിലല്ലോ ഞാൻ ഈ വീഡിയോ ഇട്ടേ, യൂട്യൂബിലാണ്. അല്ല, യൂട്യൂബിൻ്റെ ലിങ്ക്, ഈ വീഡിയോൻ്റെ ലിങ്ക് എന്തായാലും ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണാൻ ആൾക്കാരുള്ളൂ. പറഞ്ഞ് ലാസ്റ്റ് കുളത്തിലെത്തി. കുളമല്ല, പുഴയിലെത്തി. പുഴ നമുക്ക് ഒന്നാലും ഇവിടെ തെറിക്കാൻ നൈസായിട്ട്. പക്ഷെ ഈ അരിമണി രാജുവിനൊക്കെ എന്തിട്ട് പേരാണ്? അരിമണി രാജുവിൻ്റെ ചാനൽ, അരിമണി രാജുവിൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട്, ഞാൻ ഫാൻസും കുറേ ഉണ്ട്. അല്ല, ഇയാൾക്ക് സ്വന്തമായിട്ട് വല്ല പാർലമെൻറ്റോ അല്ല എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ട് ആൾക്ക് ഒരു വീടുണ്ട്, ഒരു 2 വണ്ടിയുണ്ട്. ഒക്കെ അല്ലേ ആൾക്ക് സ്വന്തമായിട്ടുള്ളൂ. പുറത്ത് അനിമൽസുണ്ട്. അതിൽ ആ വീഡിയോയിൽ കാണാൻ ആളുടെ അല്ല, അത് എൻ്റെ കൂട്ടുകാരൻ്റെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടുകാരുടെ ആരോ ആണ്. അതാണ്. ഇപ്പം ഇവനാണ് അതിൻ്റെ മൊത്തം ആള്. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ എന്ത് നടന്നാലും ഇയാളവിടെ ഉണ്ടാവും. എല്ലാം ഇതിൻ്റെ റൈഡ് വരുമല്ലോ, മറ്റേ കള്ള്, മറ്റേ ബിയറ്, ബ്രാൻഡി, മറ്റേ അമേരിക്കൻ സാധനങ്ങളൊക്കെ നാട്ടിൽ ഇതായിക്കൊണ്ട് വിൽക്കണ സീനില്, ആ വിൽക്കുന്ന സീനിലൊക്കെ ഇയാളുണ്ടാവും അവിടെ. ഇയാളവിടെ ഉണ്ടാവും ആ സമയത്ത്. ലൈവ് ഇടാനും നോക്കാനും ഒക്കെ ഉണ്ടാവും ഇയാൾ. നാളെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്, ആളുടെ വീട്. അത് നമ്മൾ കാണിച്ചിട്ടാ ആളുടെ വീട്. റിച്ച് ലെവലൊന്നുമല്ല കേട്ടാ, CCTV നല്ലതുണ്ട്.
ആളെ കുറച്ച് എന്താ നിങ്ങൾ വിചാരിച്ച് ആള് പാവുന്നു? ആളുടെ വീട്ടിൽ CCTV എല്ലാം വെച്ചിട്ടുണ്ടാകും. CCTV മാത്രമല്ല, പുറകിലും ബാക്കിലെല്ലാം അവിടെ CCTV ഉണ്ട്, മുകളിലുണ്ട് CCTV. ഇതിൻ്റെ മരത്തിൻ്റെ സൈഡിലൊരു മറച്ചുണ്ട് ആ CCTV. നമ്മളിപ്പോൾ ഒരു കാര്യം ഇത് പറയാമെന്ന കാര്യം വെച്ചാൽ നിങ്ങളതൊക്കെ അറിയണം. നിങ്ങളിത് മാത്രം അറിയണം. ഇനിയിപ്പോൾ അയാളിപ്പോൾ അതിൻ്റെ വല്ല വീഡിയോ, ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അയാളിപ്പോൾ വേറെ എന്തെങ്കിലും പറയാൻ അയാൾക്ക് റെഡിയാണ് അയാൾ. നിങ്ങളിത് അറിയണം. നിങ്ങളിത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാവുമല്ലോ. നിങ്ങളത് മര്യാദയ്ക്ക് അറിയണം. ഇയാൾക്കാണെങ്കിൽ ഇപ്പോൾ എന്നെ തീർക്കണമെങ്കിൽ ഇയാൾക്ക് പൈസ കൊടുത്ത് ഇയാൾക്ക് എന്നെ തീർക്കാമല്ലോ. അതാണ് ഇയാളുടെ ഇത്. ചിലപ്പോൾ വേണമെങ്കിൽ വല്ലപ്പോഴും ആൾ വീട്ടിൽ വന്നിട്ട് പറയാം, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയാം ആള്. എന്നിട്ട് പറയും ഇയാളുടെ ഇത് പോകുന്നു. അവനെ പോയിട്ട് എൻ്റെ കാര്യം വെറുതെ എന്തിനാണെങ്കിൽ കർഷകനാകുമ്പോൾ നടക്കുന്നത്. ഇയാളെ ഇടയ്ക്കുള്ള അവിടെ കർഷകനായിട്ട് നിൽക്കണം. ഒരു പണിയില്ലാണ്ട് വീഡിയോ ചെയ്യും, എന്നിട്ട് കർഷകനായിട്ട് നടക്കും. കർഷകനായ ഇത് കിട്ടും നമുക്ക് എന്തായാലും, അവാർഡ് കിട്ടും. പക്ഷേ ഇയാൾ മറിച്ചാണ്. കുറച്ചാൾ കഴിയുമ്പോൾ ഇയാൾ അവാർഡൊക്കെ എടുക്കാൻ കുറച്ചാൾ കഴിയുമ്പോൾ ഇയാൾ നിർത്തിയിട്ട് എപ്പോഴാണ് തുടങ്ങേണ്ട സമയം അന്ന് തുടങ്ങും. അതുവരെ ഇയാൾ പീച്ചിങ്ങൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ കിടന്ന് നശിച്ചു. പീച്ചിങ് നാട്ടിലുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പറയാന്ന് എന്താ പറയാന്ന് പറഞ്ഞോട്ടോ. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ കുടുങ്ങി അത് പറഞ്ഞിട്ട് പീച്ചിങ് നേട്ടപ്പോൾ എൻ്റെ വണ്ടി കുടുങ്ങി. എന്താ നമുക്കൊരു ഇതന്നെ എടുത്തേക്കാം. നമ്മൾ ബാക്ക് എടുത്തേക്ക് വണ്ടി. പിന്നെ എന്താ പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളാ കൊടുങ്ങല്ലൂർ അക്കൗണ്ട് ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ പറയും സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയുമ്പോഴല്ലോ ആ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇനി ഇത് കിട്ടും. അയാളുടെ കുറേ ഫോട്ടോസും അയാളുടെ കുറേ വീഡിയോസും എൻ്റെ തീർന്നുണ്ടാവും. നോക്കൂ, ഞാൻ പറഞ്ഞ ആളുടെ ഫേസ്ബുക്കിൻ്റെ ID ഇപ്പം തന്നെ ഇവിടെ വെച്ച് പറയാം. ആളുടെ ഫേസ്ബുക്കിൻ്റെ ID രാജ്യം അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഫോട്ടോ ഇത് വരും. ഇപ്പോൾ യൂട്യൂബിൽ പോയിട്ട് പോവാന്നിട്ട് മറ്റേ കൊടുങ്ങല്ലൂരുകാരൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഇംഗ്ലീഷിൽ അടിക്കുക, മലയാളത്തിൽ വെച്ച് കിട്ടൂല. കൊടുങ്ങല്ലൂർ അക്കൗണ്ട് അടിക്കുക, എന്നിട്ട് അതിൽ അതവിടെ തന്നെ 47 അടിക്കുക. അപ്പോൾ എന്തായാലും ആളുടെ അക്കൗണ്ട് കിട്ടും നിങ്ങൾക്ക്. അതിൽ തന്നെ കൊടുങ്ങല്ലൂരുകാരൻ എന്നൊരു ഓറഞ്ച് കളർ റെഡ് കളർ ഒരു ഇതൊക്കെ അടിച്ചിട്ട് അക്കൗണ്ട് അമർത്തുക. അത് അമർത്തി കഴിഞ്ഞാൽ ആളുടെ വീഡിയോസും അതൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് ഇട്ടേക്കണം, നിങ്ങൾ കാണണോട്ടാ. ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ട് തരാം നിങ്ങൾക്ക്. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഞാനിത് ഇട്ട് തരും. അതൊന്നും പറയണം തോന്നി, പറഞ്ഞില്ലെങ്കിലേ കൂടിപ്പോകും കുറച്ച്. നമ്മളിത് പറഞ്ഞ് വരണ സമയത്ത് എൻ്റെ കൂട്ടുകാരന്മാർക്ക് ആർക്കും അറിയില്ല സംഭവം. ഇയാൾ 1 ലക്ഷം രൂപയുടെ ഇത് വെച്ച കാര്യം. എനിക്കും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ. ഇന്ന് വട്ടിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ആൾക്ക്.
റിച്ചാണെന്ന് ഇത്. പക്ഷെ അന്ന് കിട്ടിയത് 26,000 രൂപയാണ്. ഇയാള് പെട്ടതവിടെയാണ്. ഇയാൾ 26,000 രൂപ എടുക്കുന്ന സമയത്ത് ആ 26,000 രൂപ വെച്ചിട്ട് ഇയാൾക്ക് വല്ല പ്ലസ് വൺ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ 1,00,000 രൂപ കയ്യിൽ നിന്ന് ഇയാൾക്ക് കാശ് വേണം, വഴി അറിഞ്ഞൂടാ. അത് തന്നെ, കാശ് ഏത് വഴിക്കാ പോകണമെന്നറിയില്ല. അല്ല, ഞാൻ 1,00,000 രൂപയ്ക്ക് ഇയാൾക്ക് ഐഫോണോ അല്ലെ ഡ്രോണോ മേടിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചാളുകൾ കുറച്ചാൾ ഉപയോഗിക്കുക. ഫ്ലെക്സ് മേടിച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സ് വെച്ചാണ്ടല്ലോ, ഫ്ലെക്സ് ഇയാൾ വെച്ചിട്ടുണ്ടെങ്കിലോ കുറച്ചാൾ കഴിയുമ്പോൾ എല്ലാം ഫ്ലെക്സും അതിൽ കല്ലെടുക്കുന്നതാണല്ലോ, ആ പൈസ ഇയാളുടെ പോവുള്ളൂ കേട്ടാ. മറ്റേ ഇതിന്ന് പോവില്ല. അതിലേക്ക് കുറച്ച് പൈസയല്ലേ കിട്ടണുള്ളൂ അല്ലേ. ഞാൻ ഈ വീഡിയോ ചെയ്യണം ഇത് തന്നെയാണ്. അത് തന്നെയല്ല പ്രശ്നമുള്ളൂ, എല്ലായിടത്തുമാണ് പ്രശ്നം. ദയവായി നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആ അക്കൗണ്ട് നിങ്ങൾ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അൺഫോളോ ചെയ്യണവർ സബ്സ്ക്രൈബ് മാറ്റിട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അറിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൂട്ടുകാരെന്ന് അറിഞ്ഞിട്ടില്ല. അവൻ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയൂ. അപ്പം ആളുടെ അച്ഛനും ഇതറിയും, എനിക്കൊക്കെ ഇതറിയാം. വീട്ടിൽ കയറി ഇയാൾക്കൊക്കെ വട്ടുണ്ടോ? ഇയാൾക്കൊക്കെ ഈ അരിമണിയതിനൊക്കെ വല്ല വട്ടുണ്ടാവും. 40 വയസ്സായി ഇയാൾക്ക്. എത്ര വയസ്സായി? 45 വയസ്സൊക്കെ ഇയാൾക്ക്. ഇയാളിപ്പോഴും രാജാവ് രാജാവിൻ്റെ സ്ഥാനത്താണ് ഇയാൾ പോകുന്നത് ഇപ്പോൾ. ഞാനിപ്പോഴൊരു കാര്യം ആലോചിക്കുകയാണ്. എൻ്റെ ആ വീടിൻ്റെ അപ്പുറത്ത് ഒരു ഓണക്കളി ഒരു പരിപാടിയാണ്. പരിപാടിക്കുണ്ടല്ലോ, രാത്രി ഞാൻ കണ്ടതാണ്. ഇയാള് കള്ളും കുടിച്ചിട്ട് ലാസ്റ്റ് എന്നറിയാമോ മുണ്ടൂരിപ്പോയി. മുണ്ടൂരിപ്പോയപ്പോൾ അത് കെട്ടി വെച്ച് മുണ്ട് വായിച്ച് കെട്ടി വെച്ചു. കുറച്ച് കഴിഞ്ഞ് മുണ്ട് കുരിയിട്ട് മുണ്ടും കൊണ്ട് പോകണു. എന്താലേ. അതൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടു. പക്ഷെ അതൊന്നും ആരുടെടുത്തും പറഞ്ഞില്ല. ആരുടെടുത്തും പറഞ്ഞതുപോലെ നാണക്കേടാവും. പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതാണ് എനിക്ക് ആകെ അറിയേണ്ടത്. നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കണ്ടല്ലോ, അത് ഒന്നും കൂടി പറയണേ. നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.